28-ാം വയസ്സിൽ അങ്കമാലി നഗരസഭാ ചെയർമാനായാണ് പി തങ്കച്ചൻ രാഷ്ട്രീയ ജീവിതം തുടങ്ങുന്നത്. 2 പതിറ്റാണ്ടുകാലം പെരുമ്പാവൂരിനെ നിയമസഭയിൽ പ്രതിനിധീകരിച്ച തങ്കച്ചൻ മന്ത്രിയും സ്പീക്കറുമൊക്കെയായി. സമവായം നയമായി സ്വീകരിച്ച തങ്കച്ചൻ തുടർച്ചയായി 13 വർഷമാണ് UDF കൺവീനർ സ്ഥാനത്തിരുന്നത്. അഭിഭാഷകനായി പെരുമ്പാവൂർ കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന കാലത്ത് തന്നെ പൊതുപ്രവർത്തന രംഗത്ത് തങ്കച്ചൻ സജീവമായിരുന്നു. 1968-ൽ പെരുമ്പാവൂർ നഗരസഭാ അധ്യക്ഷ സ്ഥാനത്തെത്തുമ്പോൾ പ്രായം 28 വയസ്സ്. 11 വർഷത്തോളം അധ്യക്ഷ പദവിയിൽ തുടർന്നു. 1982-ൽ പെരുമ്പാവൂരിൽ നിന്ന് തന്നെ നിയമസഭയിലെത്തി. പിന്നീട് 2 പതിറ്റാണ്ടിലേറെ നിയമസഭാ അംഗമായി തുടർന്നു. 1995-ൽ കൃഷിമന്ത്രിയായി. കൃഷിക്ക് സൗജന്യ വൈദ്യുതി നൽകാനുള്ള സുപ്രധാന തീരുമാനമെടുത്തത് തങ്കച്ചനാണ്. 1991-ലെ കെ കരുണാകരൻ മന്ത്രിസഭയുടെ കാലത്ത് സ്പീക്കറായിരിക്കുമ്പോഴാണ് MLA-മാർക്ക് പേഴ്സണൽ അസിസ്റ്റന്റുമാരെ വെക്കാൻ അനുമതി നൽകിയത്. കെ കരുണാകരന്റെ അനുയായി ആയിരുന്നെങ്കിലും അദ്ദേഹം പാർട്ടി വിട്ട ഘട്ടത്തിലും തങ്കച്ചൻ കോൺഗ്രസിൽ ഉറച്ചു നിന്നു. ഗ്രൂപ്പിന്റെ മുൻനിരക്കാരനായി ഇരുന്നപ്പോഴും മിതവാദ നിലപാട് സ്വീകരിക്കുകയും സമവായം നയമായി സ്വീകരിക്കുകയും ചെയ്തു. ഗ്രൂപ്പ് തർക്കങ്ങളിൽ എപ്പോഴും തങ്കച്ചൻ മധ്യസ്ഥനായി നിലകൊണ്ടു. TH മുസ്തഫയ്ക്ക് പിറകെ പി തങ്കച്ചനും വിട പറഞ്ഞതോടെ പെരുമ്പാവൂരിലെ 2 അധികായന്മാരാണ് കോൺഗ്രസിന് നഷ്ടമാകുന്നത്. മീഡിയ 1 കൊച്ചി.